നമ്മളുടെ വീടുകളിൽ വാർദ്ധക്യകാല പെൻഷൻ, അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, കർഷക തൊഴിലാളി പെൻഷൻ, അതോടൊപ്പം തന്നെ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്കുള്ള ആനുകൂല്യങ്ങൾ, ഇങ്ങനെയുള്ള പെൻഷൻ സ്കീമുകൾ 1600 രൂപ വാങ്ങുന്നവരെല്ലാം ശ്രദ്ധിക്കണം. 4 ദിവസങ്ങൾക്കുള്ളിൽ ബയോമെട്രിക് മസ്റ്ററിങ് അവസാനിക്കും. മസ്റ്ററിങ് ചെയ്തവർക്കായിരിക്കും സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുക. അതുമാത്രമല്ല, സർക്കാർ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ളൊരു സൂചന കൂടി ഈ സമയത്ത് വരുന്നുണ്ട്. വളരെ വൈകാതെ പെൻഷൻ തുകയിൽ വർധനമുണ്ടാകും. 1700, 1800 രൂപയൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇത് സർക്കാർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഈ ഒരു പെൻഷൻ വർധനവ് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ, അതോടൊപ്പം തന്നെ തുടർന്നുള്ള വർഷങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ, ഒട്ടനവധി മാറ്റങ്ങൾ വരുന്നുണ്ട്. ആ ഒരു സമയത്ത് സർക്കാരിന് വീണ്ടും നിലനിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ കൂടിയേ തീരൂ. അതുമാത്രമല്ല, ജനങ്ങളെ ചേർത്ത് പിടിക്കുകയും വേണം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെ അത് പൂർണ്ണമായിട്ട് നൽകുന്നതിലേക്കുള്ള തീരുമാനങ്ങൾ എത്തിയിട്ടുള്ളത്. 5 ഗഡു കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ 4 ഗഡുക്കളും വിതരണം ചെയ്തു കഴിഞ്ഞു. ശേഷിക്കുന്ന 1 ഗഡു മാത്രമേ ഉള്ളൂ. അത് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് തന്നെ വിതരണം ചെയ്യുകയും ചെയ്യും. അതായത് വരുന്ന മാസങ്ങളോട് തന്നെ ആ തുകയും അക്കൗണ്ടിലേക്ക് എത്തും. അപ്പോൾ ഇതെല്ലാം തന്നെ വലിയൊരു നേട്ടമായിട്ട് സർക്കാരിന് കാണിക്കാനും സാധിക്കും. അതുമാത്രമല്ല, പെൻഷൻ ഇപ്പോൾ മുടങ്ങാതെ നമുക്ക് 2 വർഷമായിട്ട് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചാലും ഇത് തുകയിൽ മാറ്റങ്ങളില്ലാതെ അതോടൊപ്പം തന്നെ ലഭിക്കുന്ന തുക കൃത്യമായിട്ട് എല്ലാ മാസങ്ങളുടെയും അവസാനം അത് വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പെൻഷൻ നമ്മളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ള മസ്റ്ററിങ് അതിന് ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എത്രയും വേഗം പൂർത്തിയാക്കുക. സെപ്റ്റംബർ മാസം 10-ാം തീയതി ബുധനാഴ്ചയോടെയാണ് മസ്റ്ററിങ് അവസാനിക്കുന്നത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ആധാർ കാർഡ് പുതുക്കാനുള്ളവർ തീർച്ചയായിട്ടും അത് പുതുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 5-ാം വയസ്സിലും 15-ാം വയസ്സിലും നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ കൂടി ചെയ്യേണ്ടതാണ്. ഇനി മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾക്ക് OTP അധിഷ്ഠിത വേരിഫിക്കേഷൻ പോലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിവിധ തരത്തിൽ ആധാർ പുതുക്കലുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ ആധാർ കാർഡുകൾ എടുത്തിട്ട് 10 വർഷമായി മറ്റ് അപ്ഡേഷനൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ആധാർ കാർഡ് അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. മൊബൈൽ നമ്പറിൽ മാറ്റമുള്ളവരോ മേൽവിലാസം മാറ്റേണ്ടവരോ അങ്ങനെയൊക്കെയുള്ളവർ അത് കൃത്യമായിട്ട് തിരുത്തുന്നതിന് വേണ്ടിയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്ത് ഭവന സമുന്നതി എന്ന് പറയുന്ന 2 ലക്ഷം രൂപ വരെ വീട് പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി, വീട് മെയിൻ്റനൻസിന് വേണ്ടി സഹായം ലഭിക്കുന്ന, സൗജന്യ സഹായം ലഭിക്കുന്ന മുന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ, അതായത് പൊതുവിഭാഗങ്ങൾക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. ഈ ഭവന സമുന്നതി സ്കീമിലേക്ക് അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ മാസം 30-ാം തീയതി വരെയാണ് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമുള്ളത്. കഴിഞ്ഞ ദിവസം ഇതിനെ സംബന്ധിച്ച്, ഈ സ്കീമിനെ സംബന്ധിച്ച് എല്ലാ വിശദ വിവരങ്ങളും ഉൾപ്പെടുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ആ വീഡിയോ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കണ്ട് മനസ്സിലാക്കുക. നമ്മുടെ ചാനലിൽ ആ വീഡിയോ ഉണ്ട്, ഭവന സമുന്നതി സ്കീമിനെ പറ്റിയുള്ള വീഡിയോ. അപ്പോൾ ഈ വർഷം അപേക്ഷ വെക്കാൻ താല്പര്യമുള്ള 14 ജില്ലയിലുമുള്ള അർഹതപ്പെട്ട എല്ലാ ഗുണഭോക്താക്കളും അപേക്ഷ വെച്ച് ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്തെ സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണമാണ് ഇനി ആരംഭിക്കാനുള്ളത്. വിതരണം 8-ാം തീയതി തിങ്കളാഴ്ച മുതൽ പൂർണ്ണ തോതിൽ ആരംഭിക്കുകയാണ്. മുൻപ് ഓഗസ്റ്റ് മാസം ലഭിച്ചതുപോലെ കൂടുതൽ ആനുകൂല്യങ്ങളൊന്നും ഇനിയില്ല. നമുക്ക് ലഭിക്കുന്നത് സാധാരണ ലഭിക്കുന്ന ഭക്ഷ്യവിഹിതങ്ങൾ മാത്രമായിരിക്കും. APL വിഭാഗത്തിന് കഴിഞ്ഞ മാസങ്ങളിൽ സ്പെഷ്യൽ അരിയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ സെപ്റ്റംബർ മാസത്തിൽ അത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊന്നും തന്നെയില്ല. കഴിഞ്ഞ ദിവസം ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. റേഷൻ അളവും അതിൻ്റെ വിതരണമൊക്കെ സംബന്ധിച്ച കുറച്ച് കാര്യങ്ങളാണ് വീഡിയോയിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാ റേഷൻ കാർഡ് ഉടമകളും ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.